നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പതിവ് പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇഡിയം വിച്ച് മീൻസ് അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ. അതായത് അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്നർത്ഥം വരുന്ന ഇഡിയം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അൺഏബിൾ എന്ന് വെച്ചാൽ എന്താ? കഴിയാത്തത്. എന്തിലേക്ക്? ടു റീച്ച് എ ഡിസിഷൻ, അതായത് തീരുമാനത്തിലെത്താൻ പറ്റാത്തത് എന്നർത്ഥം. അതായിരിക്കും സിറ്റ് ഓൺ ദ ഫെൻസ് എന്നാണ്. എന്താണ്? സിറ്റ് ഓൺ ദ ഫെൻസ്. അപ്പൊ സിറ്റ് ഓൺ ദ ഫെൻസ് ആണ് എന്ത്? അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ഇഡിയംസും നമുക്കൊന്ന് നോക്കാം. എന്താണ് മിസ് ദ ബോട്ട്? എന്താണ് മിസ് ദ ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവസരം നഷ്ടപ്പെടുക എന്നാണ് മിസ് ദ ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് ഇൻ ബ്ലൂ മൂൺ ഉദ്ദേശിക്കുന്നത് അപൂർവമായി, റെയർലി എന്നാണ് വൺസ് ഇൻ ബ്ലൂ മൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദ ലാസ്റ്റ് സ്ട്രോ എന്ന് വെച്ചാൽ എന്താ? ലാസ്റ്റ് സ്ട്രോക്ക് എന്ന അവസാനത്തെ അടി. അതായത് ഒത്തിരി ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എതിർ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും അവസാനം നമ്മളെ തളർത്തുന്ന ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവില്ല, അടിയുണ്ടാവും. അതിനെ നമ്മൾ ദ ലാസ്റ്റ് സ്ട്രോ എന്നുകൊണ്ട് ഉദ്ദേശിക്കും. ഇവിടെ ചോദ്യം അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്നാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഏതായിരിക്കും? ഈ പറയുന്ന സിറ്റ് ഓൺ ദ ഫെൻസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് ഹിസ് റൂഡ് ബിഹേവിയർ. അപ്പൊ ഇത് ഫ്രേസൽ വേർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രേസൽ വേർഡ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പുട്ടോൺ. പുട്ടോൺ എന്ന് ചേർത്തുന്നത് വിയർ എന്ന, അതൊരു വസ്ത്രം അണിയുന്നതിന് നമ്മൾ പുട്ടോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് എന്നാണ്, അത് സഹിക്കുക, പൊരുത്തപ്പെടുക എന്നൊക്കെയാണ് പുട്ടപ്പ് വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുട്ടിൻ ടു എന്ന് ചേർത്തുന്നത് പുട്ടിൻ ടു എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്തിനെങ്കിലും വേണ്ടി കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുക, കൂടുതൽ എഫർട്ട് എടുക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി. ആ അർത്ഥത്തിൽ നമ്മൾ പുട്ടിൻ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുട്ട് ഇൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും സംഭാഷണത്തിന്റെ ഇടയ്ക്ക് കയറി നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഇടപെടുക, അതാണ് പുട്ട് ഇൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഇവിടെ എന്ത് വരും എന്നാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇത് വളരെ പ്രയാസമാണ്. എന്ത്? ഡാഷ് ഹിസ് റൂഡ് ബിഹേവിയർ, അവന്റെ ആ റൂഡ് ആയിട്ടുള്ള ബിഹേവിയറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞത്. അപ്പൊ പൊരുത്തപ്പെട്ടു പോവുക അല്ലെങ്കിൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുന്നൊക്കെ വരുന്ന ഏതായിരിക്കും? ഈ പുട്ടപ്പ് വിത്ത് ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? പുട്ടപ്പ് വിത്ത്, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് പാസീവ് വോയിസ്, വോയിസുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നോക്കാം. ഹി വിൽ ഡു ദ വർക്ക്. നമുക്ക് സെന്റൻസ് വന്നിരിക്കുന്നു ഹി വിൽ ഡു ദ വർക്ക്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. നമ്മൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പൊ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാനാണ് പറയുന്നത്. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സബ്ജക്റ്റിൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പൊ ഇത് ആക്റ്റീവ് വോയിസ് ആയതുകൊണ്ട് സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നോക്കാം. ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, വിൽ ഡു എന്ന് പറയുന്ന ഇവിടുത്തെ വെർബ്, ദ വർക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ദ വർക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ ഒബ്ജക്റ്റും ഹി എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്റ്റും വിൽ ഡു എന്ന് പറയുന്ന വെർബുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാസീവ് വോയിസിലേക്കാണ് മാറ്റുന്നത്. പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നമ്മൾ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരണം. അത് ദ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് എല്ലാം ദ വർക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാത്തിനെയും പരിഗണിച്ചേ പറ്റത്തുള്ളൂ. കാരണം ദ വർക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു പാസീവ് വോയിസിൽ നമ്മൾ ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ആക്റ്റീവ് വോയിസിലായാലും പാസീവ് വോയിസിലായാലും സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിന്റെ ഇടയ്ക്ക് ആരാണ് വരേണ്ടത്? വെർബാണ് വരേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ആദ്യം വന്നു, പിന്നീട് ലാസ്റ്റിൽ ഒബ്ജക്റ്റ് വന്നു. എങ്ങനെയായാലും സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിന്റെ ഇടയ്ക്ക് വെർബ് വന്നു. അതുപോലെ തന്നെയാണ് പാസീവ് വോയിസിന്. പാസീവ് വോയിസിൽ ആദ്യം ഒബ്ജക്റ്റ് വരുന്നു, സബ്ജക്റ്റ് ആയിട്ട് അവസാനം പോകുന്നു. അങ്ങനെയാണ് വെർബ് ഇടയ്ക്ക് ഉണ്ടാവും എപ്പോഴായാലും. ഓക്കെ, വെർബ് ആയിരിക്കും നടുക്ക് വരിക. അപ്പൊ അങ്ങനെയുള്ള വെർബിന് പാസീവ് വോയിസിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ വെർബ് എങ്ങനെയായിരിക്കണം വരേണ്ടത്? ബി ഫോംസ് പ്ലസ്, ബിയുടെ രൂപങ്ങൾ, പിന്നെ അതിനുശേഷം V3 അല്ലെ, ബി ഫോംസ് പ്ലസ് V3 എന്ന രീതിയിലായിരിക്കണം വേണ്ടത്. നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ വെർബിനെ മാറ്റണം. അത് വിൽ ഡു എന്ന് പറയുന്ന ഇവിടുത്തെ വെർബ്, ആ വെർബിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ബി ഫോംസ് പ്ലസ് V3 എന്നിലേക്ക് മാറ്റണം. അത് വിൽ ഡു എന്നുള്ളത് എന്താക്കി മാറ്റണം? നമ്മൾ വിൽ ബി ഡൺ എന്നാക്കണം. എന്താണ് വിൽ ബി? വില്ല് എന്ന് പറയുന്ന സംഭവം എന്താണ്?
ആ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്ന സഹായിക്കുകയാണ് വില്ലും ഷാളും. അത് മോഡൽ ആക്സിസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ മോഡൽ ആക്സിസിന് ഇനി ഏത് വോയിസ് ആയാലും ആ മോഡൽ ആക്സിസ് നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തുക. അതിനുശേഷമുള്ള കാര്യം നമ്മൾ പറയുന്നത്, അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ബി എന്ന് എഴുതുക, എന്നിട്ട് നമ്മൾ V3 എന്ന് എഴുതുക അല്ലെ. ഇപ്പൊ വിൽ ഡു, വിൽ ഡു എന്നുള്ളത് എന്തായി മാറും? വിൽ ബി എന്ന് വരണം. വിൽ പിന്നെ ബി എന്നിട്ട് പിന്നെ ഡൂവിന്റെ V3 ഫോം. ഡൂവിന്റെ V3 ഫോം എന്താ? ഡൺ ആണ്. എന്താണ്? ഡൺ. DONE ഡൺ. ഇപ്പൊ വിൽ ഡു എന്നുള്ള എന്തായി മാറും? വിൽ ബി ഡൺ ആയി മാറും. ഇനി ഇവിടെ ഷാൾ ഡു എന്നായിരുന്നെങ്കിലോ ഷാൾ ബി ഡൺ എന്നായി മാറും. ഇനി ക്യാൻ ഡു എന്നായിരുന്നെങ്കിലോ ക്യാൻ ബി ഡൺ എന്നായി മാറും. മേ ഡു എന്നായിരുന്നെങ്കിലോ മേ ബി ഡൺ എന്നായി മാറും. പിന്നെ മൈറ്റ് ഡു എന്നായിരുന്നെങ്കിൽ മൈറ്റ് ബി ഡൺ ആയി മാറും. എങ്ങനെയാലും ആ ഏത് മോഡൽ ആക്സസ് ആണ് ആ മോഡൽ ആക്സസ് അതുപോലെ തന്നെ നിലനിർത്തുക. അതിനുശേഷം ബിയുടെ യഥാർത്ഥ രൂപം, അത് ബി തന്നെ എഴുതുക. എന്നിട്ട് ഇവിടെ വരുന്ന വെർബ് ഏതാണോ ആ വെർബിന്റെ V3 ഫോം എഴുതുക. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ വിൽ ഡു ആണ്. ആ വില്ല് അതുപോലെ തന്നെ വരണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം വില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്തെല്ലാം B+V3. വിൽ കഴിഞ്ഞിട്ട് ബി വരണം. നോക്കുമ്പോൾ വില്ലിന് ശേഷം ഇനി നോക്കാം, വില്ലിന് ശേഷം ബി വന്നിരിക്കുന്ന എവിടെയാണെന്ന് നോക്കാം. എ എന്ന് പറയുന്ന ഓപ്ഷനിൽ വില്ലിന് ശേഷം ഡൺ അങ്ങ് വന്നു. അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇനി നമുക്ക് വില്ലിന് ശേഷം എന്താ വരേണ്ടത്? ബി ആണ് വരേണ്ടത്. ആ ഇവിടെ എല്ലാം ബി വന്നിട്ടുണ്ട്. അപ്പൊ ബിയും സിയും നമുക്കിനി പരിഗണിച്ചാൽ മതി. ബി വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡൂവിന്റെ V3 ഫോം അതാണ് ഡൺ ആണ്. അങ്ങനെ ഡൺ വന്നിരിക്കുന്ന ഏതാണ്? ആണ്ട് ഡി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് അല്ലേ. അപ്പൊ ഡൺ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ദ വർക്ക് വിൽ ബി ഡൺ. ഇനി ബൈ പ്ലസ് സബ്ജക്റ്റ്. ബൈ ഈ ഹി എന്ന് പറയുന്ന അപ്പുറത്തോളം എന്തായി മാറും? ഹിം ആയി മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തായി? ദ വർക്ക് വിൽ ബി ഡൺ ബൈ ഹിം എന്നുള്ള പാസീവ് വോയിസിലേക്ക് നമുക്ക് കിട്ടി. എങ്ങനെ നമുക്ക് കിട്ടിയത്? ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു, ദ വർക്ക്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മോഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, ഡു, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ് ടു, ഓട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് അതുപോലെ തന്നെ കൊണ്ടുവരിക. ഓക്കെ, വിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബി എഴുതണം. ബി ഫോംസ് പ്ലസ് V3 ആണല്ലോ, അല്ല ബി എഴുതുക. ബിയുടെ യഥാർത്ഥ രൂപം തന്നെ എഴുതുക. എന്നിട്ട് ഇവിടെ ഏത് വെർബാണോ ആ വെർബിന്റെ V3 ഫോം, ഡൂവിന്റെ V3 ഫോം ഡൺ. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ് ബൈ. പിന്നെ ഹി, ഷീ, ദേ ഒക്കെ എന്തായി മാറും? ആ ഹിം, ദം, ഹർ എന്നൊക്കെ ആയി മാറും. ഇവിടെ ഹി ആയതുകൊണ്ട് ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി മാറി? ഹിം ആയി മാറി. അങ്ങനെ അപ്പോൾ നമ്മുടെ ആൻസർ ദ വർക്ക് വിൽ ബി ഡൺ ബൈ ഹിം എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. 12th എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചത്. അതേതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാട്ട് ഡു യു കാൾ എ ഗ്രൂപ്പ് ഓഫ് ഓൾസ്? ഒരു കൂട്ടം ഓൾസിനെ, മൂങ്ങയെ നിങ്ങൾ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റ് ഓഫ് ഓൾസ് എന്നാണ് നമുക്ക് വരിക. അതാണ് പാർലമെന്റ് ഓഫ് ഓൾസ്. അപ്പോൾ വൈ ഡു യു കാൾ എ ഗ്രൂപ്പ് ഓഫ് ഓൾസ്? അപ്പൊ നമുക്ക് എന്താ പറയാം? പാർലമെന്റ് ഓഫ് ഓൾസ് എന്ന് പറയാം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്തൊരു പ്രോവർബാണ്. അതിന് ഫില്ല് ചെയ്ത് ശരിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോവർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഇത്രയേ ഉള്ളൂ. ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രേഡ് എന്നാണ്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ട്രേഡ്, ശരിയായ വാക്ക് എഴുതാനാ. ഇനി വരേണ്ട വാക്ക് ഏതായിരിക്കണം എന്നാണ് ഇവിടെ ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രോവർബ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രേഡ്, എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഫോർ എന്താണ്? തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്ന ഇതിന് ഒറ്റ വാക്ക് എഴുതാനാണ്, വൺ വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുറെ നേരം എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായിരിക്കും കണ്ടംപ്ലേറ്റ് ആയിരിക്കും. എന്താണ്? കണ്ടംപ്ലേറ്റ്. എന്താണ്? കണ്ടംപ്ലേറ്റ്. അപ്പൊ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ, കണ്ടംപ്ലേറ്റ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? He fell ill after dash contaminated food. എന്നുവെച്ചാൽ അവന് അസുഖം പിടിപെട്ടു. എന്തിനു ശേഷമാണ്? കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിച്ചതിന് ശേഷം. അപ്പൊ ആഫ്റ്റർ വന്നു. ആഫ്റ്ററിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വെർബാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ആ വെർബിന്റെ ING ഫോമിൽ എഴുതാവും. അപ്പോൾ ഇവിടെ ING ഫോം വന്നിരിക്കുന്നത് ഏതാണ്? ഈറ്റിംഗ്. ഇനി ഇവിടെ ആഫ്റ്ററിന് ശേഷം ഹാവിങ് എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? ഈറ്റൻ എന്ന് എഴുതാമായിരുന്നു. എന്തുണ്ടായിരുന്നെങ്കിൽ ഹാവിങ് അല്ലെ, HAVING എന്ന് ഹാവിങ് എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈറ്റൻ എഴുതാമായിരുന്നു. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈറ്റിംഗ് ആണ് എഴുതേണ്ടത്. ആഫ്റ്ററിന് ശേഷം ഒരു വെർബാണ് എഴുതേണ്ടെങ്കിൽ അവിടെ നമ്മൾ ING ഫോമുള്ള വെർബായിരിക്കണം എഴുതേണ്ടത്.
അങ്ങനെ ഈറ്റിംഗ് എന്നാണ് ഇതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കാം, ദ മീനിങ് ഓഫ് ദ വേർഡ് ഡിബേർച്ചറി. ഡിബേർച്ചറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഡിബേർച്ചറി എന്ന് വെച്ചാൽ അധാർമികമായിട്ടുള്ളതെന്ന് അർത്ഥം. അപ്പൊ അധാർമികമായിട്ടുള്ളതെന്ന് എന്തായിരിക്കും ഇമ്മോറലാണ്. എന്താണ് ഇമ്മോറൽ, മോറൽ അല്ലാത്തത്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ എന്താർത്ഥം അനശ്വരം എന്നർത്ഥം, നശിക്കാത്തത്. മോർട്ടൽ നശിക്കുന്നത്, ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ നശിക്കാത്ത. അപ്പം അനശ്വരം എന്നാണ് ഇമ്മോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇമാക്യുലേറ്റ് എന്ന് വെച്ചാൽ എന്താ ക്ലിയർ എന്ന പരിശുദ്ധമായത് എന്നാണ് ഇമാക്യുലേറ്റ് എന്ന് പറയുന്നത്. ഇമാക്യുലേറ്റ് പ്യുവർ ക്ലിയർ എന്നൊക്കെയാണ് ഇമാക്യുലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇമിനന്റ് എന്ന് വെച്ചാൽ എന്താ ആസന്നമായ, ഉടനെ തന്നെ സംഭവിക്കാവുന്നത്, അതിനാണ് ഇമിനന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ജോൺ ആസ് വെൽ എസ് ഹിസ് പേരൻസ് ഡാഷ് കമ്മിങ്. ഇത് ആസ് വെൽ എസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസ് വെൽ എസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വന്നിരിക്കുന്ന നൗണിനെ ആശ്രയിച്ച് വേണം നമ്മൾ ഇവിടെ വെർബ് എഴുതാൻ. ഇവിടെ നോക്കാം, ആസ് വെൽ എസിന് മുമ്പ് വന്നിരിക്കുന്ന ഏതാണ്? ജോൺ എന്ന് പറയുന്ന സംഭവമാണ്. ജോൺ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. ആ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെയും സിംഗുലർ വെർബാണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സിംഗുലർ എന്ന് പറയുന്നത് ഏതാണ്? ഹാസും ഈസുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഹാസ് ഹാവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാസ് ഹാവ് ഹാഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ടത് വെർബിന്റെ V3 ഫോം ആയിരിക്കണം വരേണ്ടത്. അത് മൂന്നാമത്തെ രൂപമായിരിക്കണം വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ING ആണ്. അങ്ങനെ ING ഫോം വന്നതുകൊണ്ട് നമുക്ക് ഹാസിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഹാസിനെ നമുക്ക് വേണ്ട. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതാ? ഈസ് മാത്രമാണ്. അപ്പൊ അതായിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ഈസ് ആണ് വരേണ്ടത്. ഈസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.